ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ റെന ഫാത്തിമയ്ക്കും ബിന്നിക്കും ഇന്നലെ ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. അതായത് ബിന്നിയും റെന ഫാത്തിമയും കൂടി ഇരുന്നുകൊണ്ട് ജിസേലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അല്ലേ. അതായത് ബിന്നിയും ജിസേലും ചേർന്നിരുന്നുകൊണ്ട് പറയുന്നത് ജിസേലിന് മാത്രം എന്താണ് ഇവിടെ ഇത്ര പ്രയോറിറ്റി, അവരിവിടെ ഭരിക്കുന്നു, നമ്മൾ അവരുടെ അടിമകളായിരിക്കുന്നു, അവർ തരുന്ന ഭക്ഷണം കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകും, അവരായിക്കോട്ടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു, ജിസേലിന് മാത്രം എപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ കയറാം, ആരും ഒന്നും പറയില്ല, ഹൗസ് ക്യാപ്റ്റനോ കിച്ചൺ ക്യാപ്റ്റനോ അങ്ങനെ ആരും ഒന്നും പറയുകയില്ല, വാഷ്റൂം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വാഷ്റൂമിനകത്ത് ക്ലീൻ ചെയ്യില്ല, ക്ലോസറ്റ് ക്ലീൻ ചെയ്യുകയില്ല, പുറത്ത് മാത്രമേ ക്ലീൻ ചെയ്യുകയുള്ളൂ, എപ്പോൾ വേണമെങ്കിലും ജിസേലിന് എപ്പോൾ തോന്നുന്നു ആ സമയത്തൊക്കെ കിച്ചണിൽ കയറാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇവിടെ ആരും തന്നെ അത് പറയുന്നുമില്ല. അതുമാത്രമല്ല ജിസേൽ മോഷ്ടിക്കുന്നു, മോഷ്ടിച്ച ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരുണ്ടാക്കുന്നു, അതിനെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അവരുടെ അടിമകളെ പോലെ നിന്ന് അവസാനം നമ്മൾ കറിവേപ്പിലകൾ പോലെ ആവുന്നു. ഇത്രയും കാലം അവരുടെ അടിമ പോലെ നിന്നിട്ട് നമുക്ക് എന്ത് പ്രയോറിറ്റിയാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് കിട്ടിയത്? യാതൊന്നും കിട്ടിയില്ല. നമ്മുടെ സമയം മാത്രമാണ് വേസ്റ്റ് ആയത് എന്നുള്ള തരത്തിലൊക്കെ ബിന്നിയും റെന ഫാത്തിമയും കൂടിയിരുന്നുകൊണ്ട് ഇന്നലെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇഷ്യൂ പ്രധാനമായിട്ടും തുടങ്ങാനുള്ള കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ജിസേലും ആര്യയും ചേർന്നുകൊണ്ട് ആലുവ പൊറോട്ട ഉണ്ടാക്കി കഴിച്ചിരുന്നു. ഇവരത് ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കലാഭവൻ സരികയൊക്കെ ഉള്ള സമയം മുതൽ തന്നെ തുടങ്ങിയതാണ്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി നിൽക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് ചോറ് വാരി വാരി കൊടുക്കും, അതേസമയം കറികളായിക്കോട്ടെ ഇവർ മാറ്റി വയ്ക്കുകയും ചെയ്യും. അവസാനം ഇവർക്ക് ചോറ് തികഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയോ ആലുവ പൊറോട്ടയോ ഒക്കെ ഉണ്ടാക്കി അവർ തന്നെ മാറിയിരുന്നുകൊണ്ട് കഴിക്കുകയാണ് ഇവിടെ പതിവ്. അത് ഇന്നലെ ബിന്നി റെന ഫാത്തിമയോട് പറയുന്നുണ്ട്. അവരെല്ലാവർക്കും ചോറ് കോരി കോരി ഇട്ട് അവസാനം ഞങ്ങൾക്ക് ചോറ് തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയും ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് അവരുടെ പതിവ് പരിപാടി എന്ന കാര്യം പറയുന്നുണ്ട്. ഇവർ ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്താണ് ഞാൻ ആശ്വസിക്കുന്നത്. കാരണം ഇത്രയും കാലം അവിടെ നിന്നിട്ടും അവർക്കിത് മനസ്സിലായില്ല. പക്ഷെ അനു ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞതാണ്. അനു ഒരുപാട് തവണ ആവർത്തിച്ച് ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തതാണ്, പറഞ്ഞതാണ്. ജിസേൽ ഇപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ കയറുന്നുണ്ട്, അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ജിസേൽ കോഫി പൗഡറോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും മോഷ്ടിക്കുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു, അവർക്ക് ഫേവറായ ആളുകൾക്ക് മാത്രം അത് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഫേവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുന്നുമില്ല. ജിസേലിന് എല്ലാവിധ പ്രയോറിറ്റിയും ബിഗ് ബോസ് വീട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോഴും അവർക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാനുള്ള ഗെയിം തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ റെന ഫാത്തിമയും ബിന്നിയും ഒക്കെ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും എന്നതൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ അവർക്കെതിരെ കളിക്കാൻ സത്യത്തിൽ ഇവർക്കൊരു ഭയമുണ്ടോ എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും രഹസ്യമായി ഇരുന്നുകൊണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്താലും കുറച്ച് സമയം കഴിഞ്ഞ് ആര്യനോ ജിസേലോ ഒക്കെ വരുന്ന സമയത്ത് അവരും അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ വാലാട്ടി പോകുന്ന രണ്ട് വ്യക്തികളായാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാലം ജിസേലിനെ മസാജ് ചെയ്തുകൊണ്ട്, ജിസേലിൻ്റെ കാല് മസാജ് ചെയ്തുകൊണ്ട് റെന ഫാത്തിമ ഇരുന്നു, അക്ബറിൻ്റെ വാലാട്ടിക്കൊണ്ട് ബിന്നിയും ഇരുന്നു. അപ്പോൾ ഗെയിമിൻ്റെ ഏകദേശം അവസാനം എത്താറാവുമ്പോഴാണ് ഇവർക്കൊക്കെ ബോധോദയം ഉണ്ടാകുന്നത്. ഈ ഒരു അവസരത്തിലെങ്കിലും ഇവർ ഇറങ്ങി കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രത്തോളം സപ്പോർട്ട് കൂടും എന്നത് പറയാതിരിക്കാനാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർ ഇറങ്ങി കളിക്കുന്നത്. കാരണം ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ഷോയിൽ നിൽക്കാൻ ആർക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ ആർക്കും തന്നെ ധൈര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതിവരാരും ചോദ്യം ചെയ്യുന്നതുമില്ല. അതാണ് പ്രത്യേകിച്ച് അവിടെയുള്ള ഈ ജെൻസ് എല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരാരും, ലേഡീസ് ആരും അതിനെ ചോദ്യം ചെയ്തില്ല. ഇതിപ്പോൾ അനു മാത്രമാണ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതും ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ പതിയെ ബിന്നി അത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കിച്ചണിൽ വെച്ച് വഴക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫൈറ്റ് ഉണ്ടായല്ലോ, അങ്ങനെ ബിന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും
അവർക്കെതിരെ എന്തെങ്കിലും കരുനീക്കങ്ങൾ ബിന്നിയുടെയും റന ഫാത്തിമയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഷോയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഷോയിൽ വന്ന് നിന്നുകൊണ്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാതെ ആരുടെയെങ്കിലും വാലാട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കാല് മസാജ് ചെയ്തുകൊണ്ടോ പോയാൽ അവർക്ക് സപ്പോർട്ടും അവർക്ക് ഫാൻസും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ വാലാട്ടി പോകുന്നവരും ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ പെട്ടുകിടക്കുന്ന ആളുകളും വേഗം എല്ലാ ആഴ്ചയും വീട്ടിൽ പോകും എന്നത് മുൻപുള്ള ഗ്രൂപ്പിസത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മത്സരിച്ച അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഗെയിം കളിച്ച 1-2 മത്സരാർത്ഥികൾ വീട്ടിൽ പോയപ്പോഴാണ് ഇവർക്ക് സത്യത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇനിയെങ്കിലും ഇൻഡിവിജ്വൽ ഗെയിം ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഇല്ലാതെ പോയാൽ തീരാ നഷ്ടം മറ്റാർക്കുമല്ല, ഈ ഗ്രൂപ്പിൻ്റെ ഹെഡായി നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒന്നും പോവാനില്ല. അവരൊക്കെ ഇവരെ വെച്ചുകൊണ്ട് ഗെയിം പ്ലാൻ ചെയ്യുകയും അല്ലെങ്കിൽ ഗെയിം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ഈ മസാജ് ചെയ്തുകൊണ്ട് പോകുന്നവരും അല്ലെങ്കിൽ പുറകെ ഇങ്ങനെ നടക്കുന്നവരും മാത്രമാണ്, അവരുടെ ഗെയിം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.